ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ് സുഹൃത്തുക്കളെ. ദുരന്തർ മൂവി, അതായത് ദുരന്തർ ദ റിവെഞ്ച് എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ദുരന്തർ 2ന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 1 hour ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. സോ ദ മോസ്റ്റ് അവൈറ്റഡ് ഹിന്ദി ഫിലിമാണ് സുഹൃത്തുക്കളെ ഈ വർഷത്തെ. സോ മാർച്ച് 19 പടം ഇറങ്ങുന്നത്. സോ അന്ന് തന്നെയാണ് ടോക്സിക്കും ആടും ഒക്കെ ഇറങ്ങുന്നത്. സോ എനിവേ, ലെറ്റ്സ് സീ ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് ദുരന്തർ ദ റിവെഞ്ച്. पड़ोस में रहते हैं हम, कूदे भर का जोर लगा लो और बिगाड़ लो जो बिगाड़ सकते हो. മാധവൻ ഇതിന്റെ ഫസ്റ്റിനകത്തെ ബഹുമാൻ रहमान नजैब की मौत के बाद लियानी की सड़कों पर खौफ का माहौल है. कई मकामात पर फायरिंग और रॉकेट लॉन्चर के धमाके साफ सुनाई दिए जा रहे हैं. सबसे बड़ा सवाल, रहमान नजैब की मौत के बाद कौन बनेगा लियानी का बादशाह? ഈ റഹ്മാനെ കൊന്നു കഴിഞ്ഞിട്ട് അവിടെ ഐ തിങ്ക് കുറെ കലാപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ആക്ച്വലി പുള്ളിക്കാരനെ കൊല്ലാനുള്ള പ്ലാൻ ഇല്ലായിരുന്നല്ലോ. മറ്റേ ആ ഒരു താജ് ഇൻസിഡൻറ്റിൻ്റെ അതിന് ശേഷമാണല്ലോ ഫസ്റ്റിനകത്ത് ഈ റഹ്മാൻ അതന്നെ ആ പുള്ളിക്കാരനെ കൊല്ലാനുള്ള പ്ലാൻ ഇടുന്നത്. ഐ മീൻ അതുവരെ കൊടുത്ത ലിസ്റ്റിനകത്ത് ഈ പുള്ളിയുടെ പേരില്ലായിരുന്നല്ലോ. യെസ്, ലെറ്റ്സ് സീ. रो क्यों रहा है लाले? तूने सुना नहीं? संजय दत्त दर्द है वहाँ मर्द है. हिंदुस्तानी काफिर का सर काटकर मुशर्रफ के दस्तरखान पर रखा था मेजर इकबाल ने. खुदा कसम, अब एक और हिंदुस्तानी सर काटकर मुरीद के मीनार से लटकाऊंगा. പക്ഷേ എനിക്ക് ഫസ്റ്റിൻ്റെ ട്രെയിലർ കണ്ട് ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസായിരുന്നു ഇതിനകത്ത്. ഇവള് സ്പൈ അതിനകത്ത് സ്പൈ ആണെന്ന് തോന്നുന്നല്ലേ. കാരണം കുറേയൊക്കെ ഞാൻ അവിടെ ഇവിടെ ചെയ്ത പോസ്റ്റേഴ്സ് കണ്ടായിരുന്നു. ഈ രൺവീർ സിംഗ് ഇതിനകത്ത് വെള്ളം കഴിക്കുന്ന ഈ പുള്ളിക്കാരത്തി സ്പൈ ആണ്. You are still not ready for this. Oh, beast mode. എനിക്ക് ഫസ്റ്റിൻ്റെ ട്രെയിലർ കണ്ട ആ ഒരു അഡ്രിനൽ കിട്ടുന്നില്ല. ഐ മീൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് അങ്ങോട്ട് വർക്കാവുന്നില്ല. पाकिस्तान का मुस्तकबिल अब हिंदुस्तान तय करेगा. ഞാൻ വിചാരിച്ചു അത് വരുമായിരിക്കും. जरवारी साहब, आपने बतखें तो बड़ी सफेद पाल रखी है अपने फार्म हाउस में. या बटक
ഓക്കെ ട്രെയിലർ അത്രേ ഉള്ളു. ഞാൻ പറയില്ല, എനിക്ക് ആ ഫസ്റ്റിൻ്റെ ആ ട്രെയിലർ കണ്ടപ്പോൾ ഉള്ള ആ ഒരു പവർ അങ്ങോട്ട് കിട്ടിയില്ല ഗൈസ്. എനിവേ യെസ്, അപ്പോൾ അതാണ് ദുരന്തർ ദ റിവെഞ്ച് എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ഷൻ സുഹൃത്തുക്കളെ. യാ എന്തായാലും കാണും, കാരണം ഫസ്റ്റിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നിൽക്കുന്നത് കൊണ്ട് ബാക്കി എന്താണ് എന്നറിയാനുള്ള ഒരു ഇതുള്ളത് കൊണ്ട് യെസ് നമ്മളെന്തായാലും കാണും. സോ യെസ് ഗെസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.